السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹഭാജനങ്ങളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, ഹ്രസ്വമായ ഈ സമയത്ത് ഇന്ത്യയിൽ ഇപ്പോഴും സ്വാതന്ത്ര്യമുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ കാതലായ മൗലിക അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുമ്പോൾ എവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം? കൊളോണിയൽ കരാള ഹസ്തങ്ങളിൽ നിന്നും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചോര നീരാക്കിയവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അവരുടെ ചോര കൊണ്ട് വരച്ച ചിത്രത്തിന്റെ ബാക്കി പത്രമായിരുന്നു സ്വതന്ത്ര ഇന്ത്യ. എന്നാൽ സ്വതന്ത്ര ഇന്ത്യ എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായിരിക്കുന്നു. സഹിഷ്ണുതയുടെയും ബഹുസ്വരതയുടെയും സമൂഹം എന്ന പാരമ്പര്യത്തിൽ തുടർച്ചയായി അധിപതിപ്പിച്ച് ഇന്ത്യയെ അടിമുടി തകർത്ത് നാണം കെടുത്തുകയാണ് നരേന്ദ്രമോദിയും പരിവാരങ്ങളും. ബാബരി ധ്വംസനവും ഗുജറാത്ത് കലാപവും ഭൂതകാലത്തിന്റെ കറുത്ത ഏടുകളാണെങ്കിൽ പൂർണ്ണ നഗ്നയാക്കപ്പെട്ട കാടത്ത കാരണങ്ങളാൽ തകർന്നടിഞ്ഞ മണിപ്പൂരിലെ സ്ത്രീജീവനും കത്വയിലെ പെൺകുട്ടികളും ഹത്രാസിലെ ഗെയിം റാപ്പും ഷബ്ന ബീഗവും ബിൽക്കിസ് ബാനുവുമാണ് ഇന്ന് ലോകം കാണുന്ന ഇന്ത്യ. അഭിപ്രായ സ്വാതന്ത്ര്യവും പാർലമെന്ററി ജനാധിപത്യവും മൗലിക അവകാശവുമെല്ലാം ഇന്നേ വരെ നേരിടാത്ത വെല്ലുവിളികളെയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ മതസ്വാതന്ത്ര്യ കമ്മീഷൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിരന്തരാക്രമണം രാജ്യത്ത് അപകടകരമായ രീതിയിൽ വളരുന്നുവെന്ന് താക്കീത് ചെയ്യുകയുണ്ടായി. തലയിൽ തട്ടമിട്ടവരും തൊപ്പിയണിഞ്ഞവരും നെറ്റിയിൽ ചന്ദനക്കുറി ചാർത്തിയവരും പൊട്ടുതൊട്ടവനും കയ്യിൽ രാഗി കെട്ടിയവനും കുരിശുമാല തൂക്കിയവരും മതമില്ലാത്തവനും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ബഹുസ്വരതയുടെ വിളനിലമായി നിലകൊള്ളുന്നത്. എന്നാൽ ആ ബഹുസ്വരതയുടെ തകർച്ചയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് നാം ഓർക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യം തകർക്കപ്പെടുകയും ഭരണകൂടത്തിനെതിരെ തിരിയുന്നവർ തുറങ്കിലടക്കപ്പെടുകയും ചെയ്യുന്നു. ഗുജറാത്ത് വംശയത്തെ റിപ്പോർട്ട് ചെയ്ത ടീസ്റ്റാ സെദൽവാദ്, ഗുജറാത്ത് മുൻ DGP RB ശ്രീകുമാർ, ആൾട്ടി ന്യൂസ് സഹസ്ഥാപകൻ സുബൈർ, മാധ്യമപ്രവർത്തകൻ സിദ്ദീഖാപ്പൻ തുടങ്ങിയവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അനേകം രാജ്യസ്നേഹികൾ, പ്രൊഫസർ AM കൽബുർക്കി, നരേന്ദ്ര ബോർക്കൽ, ഗൗരി ലങ്കേഷ് തുടങ്ങി അനേകം രാജ്യസ്നേഹികൾക്ക്, ജനാധിപത്യ സ്നേഹികൾക്ക് ജീവൻ പോലും ത്യജിക്കേണ്ടി വന്നു. നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിന്റെ നല്ല ഭാവിക്കായി നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. തുഗ്ലക് പരിഷ്കാരത്തിന് സമാനമായി നേരം വെളുക്കുമ്പോഴേക്കും ഒരു മുൻകരുതൽ പോലുമില്ലാതെ നോട്ട് നിരോധനം അടിച്ചേൽപ്പിച്ചതുപോലെ വളരെ ലാഘവത്തോടെയാണ് പാർലമെന്റിനുള്ളിൽ വാക്കുകൾക്ക് പൂട്ടിട്ടത്. അഴിമതി അടക്കം 65 വാക്കുകൾക്ക് പാർലമെന്റിൽ വിലക്ക് ഏർപ്പെടുത്തിയതോടെ ജനപ്രതിനിധികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നിഷേധിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, പാർലമെന്റിൽ സ്മോക്ക് ബോംബറിന്റെ സാഗർ ശർമ്മയും അതിനോശാന പാടിയ BJP MP പ്രതാപ് സിൻഹയും സൗരവിഹാരം നടത്തുകയും അതിനെതിരെ പ്രതികരിച്ച 150ഓളം MP-മാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഉന്മൂലനമാണ് NDA സർക്കാർ ഇതിൽ നിന്നും ലക്ഷ്യമിടുന്നത്. കാരണം നാനാത്വത്തിൽ ഏകത്വം എന്നത് അവരുടെ കണക്ക് പുസ്തകത്തിലേ ഇല്ല. മാത്രമല്ല, അവരുടെ കണ്ണിൽ ഇന്ത്യ ഹിന്ദുവിൻ്റെതാണ്. നാം രാജ്യത്തിന്റെ നല്ല ഭാവിക്കായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. മതം പുൽകാനും സ്വതന്ത്രപരമായി സമാധാനപരമായി പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ജയ് ശ്രീരാം വിളിക്കാത്തതിന്റെ പേരിൽ അതിനിഷ്ഠുരമായി കൊലപ്പെടുത്തുന്നു. അധികാരമോഹം കാരണം മതങ്ങൾ തമ്മിലുള്ള മതസൗഹാർദ്ദം തല്ലി തകർത്ത് ചേരിതിരിക്കുന്നു. മതാടിസ്ഥാനത്തിൽ അക്രമികൾ ശിക്ഷിക്കപ്പെടുകയും നിരപരാധികളാക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും അപകടകരമായ ഉദാഹരണമാണ് കളമശ്ശേരി സ്ഫോടനത്തിലൂടെ നാം അവസാനമായി കണ്ടത്. ഇത്തരത്തിൽ ഭാരതത്തിന്റെ സൗന്ദര്യത്തെ തച്ച് തകർക്കാനുള്ള ഒരു നിഗൂഢമായ പദ്ധതിയാണ് ഈ ഭാരതത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അധികാര പ്രതിരോധ മനോഭാവം കുടിച്ചു മൂടുന്നതിൽ ഫാസിസം വിജയിച്ചിരിക്കുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഔറംഗാബാദ് സംഭാജിനഗറായപ്പോഴും ഉസ്മാനാബാദ് ധാരാവിഷായപ്പോഴുമെല്ലാം നമുക്കതൊരു സ്വാഭാവികതയായി മാറിയത്. 2021 സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡനെ അമൃതുദ്യാൽ എന്ന് പേര് നൽകിയത്. ബാബരിയും ഖ്യാൻ വ്യാപിയും കഴിഞ്ഞ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് വരെ എത്തി നിൽക്കുന്നു. കാവി പുതച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കൂട്ടുപിടിച്ചവർ പറയുന്നു കുത്തബ് മിനാർ സൂര്യഗോപുരമാണ് പോലും. എന്നാൽ ഇന്ത്യയുടെ ഗാംഭീര്യം, ശാന്തത, ആത്മവിശ്വാസം എന്നിവ സ്ഫുരിക്കുന്ന അശോകസ്തംഭം അക്രമാസക്തമാണ് പോലും. എന്നാൽ പ്രതിപക്ഷത്തെ കാണിക്കാതെ പൂജ നടത്തി പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത ചെങ്കോൽ ത്രോദിപ്പിക്കുന്നതോ
കയ്യൂക്കും അക്രമോത്സുകതയും ലക്ഷ്യബോധമില്ലായ്മയും നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ നല്ല ഭാവിക്കായി പ്രതികരിക്കേണ്ട സമയം എപ്പോഴായിരിക്കുന്നു? മാധ്യമങ്ങളാണെങ്കിൽ മീഡിയയിൽ നിന്നും മോഡിയയിലേക്കുള്ള സമയം, മീഡിയയിൽ നിന്നും മോഡിയയിലേക്കുള്ളത് എപ്പോഴോ പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. സ്വതന്ത്രമായി ശ്വസിക്കാനാവാത്ത ഇന്ത്യയുടെ നിലവിളിയാണ് മണിപ്പൂരിൽ നിന്നും ഹരിയാന വരെ നീളുന്ന അക്രമാസക്തമായ പ്രവർത്തനങ്ങളിൽ നിന്നും നാം കേൾക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിൻ്റെ നല്ലൊരു ഭാവിക്കായി നാം പ്രതികരിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ രാജ്യത്തിന്റെ നല്ല ഭാവിക്കായി നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. സമാധാനപരമായി നീങ്ങിപ്പോരുന്ന ഈ രാജ്യത്ത് അക്രമോത്സുകതരെ വലിച്ചുവാരിയിടുന്ന NDA സർക്കാരിനെതിരെ അതിരൂക്ഷമായി തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആവശ്യ സാധനങ്ങളടക്കം സാധന സേവനങ്ങളുടെ വിലയാൽ ജനത്തെ പിരിഞ്ഞെടുക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, എവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം? എവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം? ഓരോ പൗരനും അവൻ്റെ സ്വാതന്ത്ര്യങ്ങൾ വകവെച്ച് നൽകി വിനയാനീതനായി പെരുമാറിയത് കൊണ്ടാണ് കുഞ്ഞൂനിന് കേരളീയരുടെ ഹൃദയക്കൂടിനിൽ കയറിക്കൂടാനായത്. നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. വെറുപ്പിന്റെ കമ്പോളങ്ങളിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ രാഗ നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ, മണ്ണിനോട് മല്ലടിക്കുന്ന കർഷക സമൂഹം നടത്തിയ കർഷക സമരത്തിൽ പ്രകടമായ പ്രതികാര മനോഭാവം, ഏക സിവിൽ കോഡിനെതിരെ തെരുവുകളിൽ നടത്തിയ ശബ്ദമുഖരിതമായ തെരുവുകളിൽ കേട്ട പ്രതികാര മനോഭാവം, അതാണ് നമ്മുടെ ആയുധം. നമ്മൾ ഇന്ത്യയെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, സാരേ ജഹാം സെ അച്ഛാ ഹിന്ദു സിതാൻ അമാര. നമ്മളാണ് ഇന്ത്യ, നമ്മുടേതാണ് ഈ രാജ്യമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.